നിങ്ങളൊരു കാര്യം ചോദിച്ചു, അച്ഛൻ മരിച്ചില്ലേ, ഇവറ്റങ്ങള് വീട് ഇട്ടിരിക്കണു, ഇവറ്റങ്ങള് ഇന്നിട്ടത് ഒരു പ്രമോഷൻ വീഡിയോ ആണ്. അത് ഇത്രയും ദിവസം ഒരു ഹോൾഡ് ചെയ്ത് വെച്ചു. ഇനി ഞങ്ങൾ ക്യാമ്പയിൻ തന്നെ പോവും. അങ്ങനെ അത് പോയി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇനി ഒരാൾ ഈ പറയണ നിങ്ങൾ തരുമോ? ഏട്ടൻ പോയത് തിരുവോണം ദിവസമാണ്. അന്ന് തൊട്ട് ഇന്നലെ ആയിരുന്നു ഏട്ടന്റെ ചടങ്ങോടുണ്ടായിരുന്ന. അന്ന് വരെ എന്റെ ആങ്ങള എന്റെ ഏട്ടനാ നോക്കി കാര്യങ്ങൾ. എന്റെ ഏട്ടൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് സഹായിക്കാൻ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ എന്റെ അടുത്ത് കാശ് എടുക്കാനുണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം നിങ്ങൾ ആലോചിക്കണം, ഒരുപാട് ചെലവുകൾ ഒരു വീട്ടിൽ വരും. ആര് ചെയ്യാനാ? 1 രൂപ ഒരാളും എടുത്തിട്ടില്ല. 1 രൂപ ഒരാളും ചെയ്തിട്ടില്ല. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ, നമ്മളോടൊന്നും പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതും സ്വാഭാവിക മരണമല്ലാതെ അസ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് ജീവനെടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തക്കാരായിട്ടുള്ള ആളുകൾക്ക് അയാൾ എന്തിനാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ ഒരു അവസ്ഥയിലൂടെയാണ് ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള അമ്മയും ആ 2 പെൺകുട്ടികളും കടന്നു പോകുന്നത്. വളരെ വേദനാജനകമായിട്ട് അവർ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അവരുടെ ഭർത്താവ്, ആ അമ്മയുടെ ഭർത്താവ്, ആ 2 മക്കളുടെ അച്ഛൻ ഈ തിരുവോണ ദിവസം തൂങ്ങി മരിച്ചു. അവിടെ നിന്ന് സൂയിസൈഡ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ കുറേ ദിവസത്തേക്ക് ഇവർ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം 16-17 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലൊരു മകള് വീഡിയോ ചെയ്തു, ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രൊമോഷൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള മലയാളികളുടെ മനസ്സ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. എന്തായിരിക്കും? അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് വീഡിയോക്ക് മുന്നിൽ വന്നിരിക്കുന്നു. എന്താണിപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ട് വീടിനകത്തിരിക്കണം, ഒരു കാര്യം ചെയ്യരുത്, നിങ്ങൾ വിശന്ന് പട്ടിണി എടുത്ത് മരിച്ചാലും വേണ്ടിയില്ല, സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വരരുത്, നിങ്ങളൊരു കാര്യം ചെയ്യരുത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസും ഒരുപാട് നാണം കെടുത്തലുകളൊക്കെ കേട്ടതിന് ശേഷം ആ അമ്മയും 2 മക്കളും കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വളരെയധികം കരഞ്ഞുകൊണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ, അമ്മ മാത്രമല്ല 2 മക്കളും കരഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അവരെ വേദനിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അനാവശ്യമായിട്ട് അവരെ വലിച്ചഴിച്ചു എന്നുള്ളത്. അതായത് ആ അമ്മ പറയുന്നത്, ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ്, വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഭർത്താവ്, അതായത് അവരുടെ ഭർത്താവ് തൂങ്ങി മരിച്ചത് അല്ലെങ്കിൽ ആ ഭർത്താവ് സൂയിസൈഡ് ചെയ്തത് എന്നാണ് ആളുകൾ പറയുന്നത് എന്ന്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, ഇവർ എനിക്ക് തോന്നുന്നു വർഷങ്ങളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പം മാത്രമായിട്ട് മരിക്കുക, ഇപ്പം മാത്രം സഹിക്കാൻ പറ്റാതായിട്ട് മരിക്കുക എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അപ്പം എന്താണെങ്കിലും ആ അമ്മ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നിങ്ങളെക്കാളും ഞങ്ങൾക്ക് ഷോക്കാണ്. ഒരു ഫാമിലിയിൽ ഒരു മരിക്കണമെങ്കിൽ, ഒരാളൊരു ജീവൻ കൊടുക്കണമെങ്കിൽ എന്തേലും ഒരു കാര്യം വേണ്ടേ? അത്രയ്ക്ക് ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല. ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഇതിലേക്ക് 1-2 കമന്റുകൾ കണ്ടു. യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നിട്ട് ആള് ഇങ്ങനെ ചെയ്തതായിരിക്കുന്നു. വെറുതെ ഒരാൾ അങ്ങനെ നിൽക്കുമോളെ, വെറുതെ അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തോന്നുന്ന കമന്റ് പറയല്ലേ. യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? ഞങ്ങൾ ഏട്ടനെ അത്രയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പാപ്പ ഞങ്ങളെ ചീത്ത പറയും. ഞാനൊരു സബ്സ്ക്രൈബർ ആണ്, നിങ്ങൾ എന്തെന്ന് വീഡിയോ ഇടാത്തെ, ഞാൻ ജോലിക്ക് പോവില്ല പറയും. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പത്തിനെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം പപ്പയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഓരോ വീഡിയോ കാണുമ്പോൾ പപ്പയ്ക്ക് ഒരു ആശ്വാസമാണ്, ഇത്രയും ദിവസം ഇത് ചെയ്തു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ ജോലി ചെയ്യും. പിന്നെ അവര് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ആളപ്പത്തന്നെ ഫേസ്ബുക്കിൽ എടുത്തിടും. കാരണം ആൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിയ പൈസ തോന്നി. അമ്മ പറയുന്നുണ്ട്, അതുപോലെ മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങളൊരു ജോലിയായിട്ടായിരുന്നു അച്ഛൻ അത് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛന്, വീഡിയോസ് ചെയ്യാനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ കൂടെ തന്നെ നിൽക്കും, ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ അച്ഛൻ ആ ഒരു കാരണം കൊണ്ട് മരണപ്പെടുക അല്ലേ? അപ്പോൾ ആളുകൾ അറിയാതെ കുത്തി നോവിക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് എനിക്കറിയാം നെഗറ്റീവ് കമൻറ്റ്സ് ഏതൊക്കെ രീതിയിലാണ് വരിക എന്നുള്ളത്. ഒരു നോർമൽ സെൻസിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ
സഹിക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പം എനിക്കെതിരെ അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെ അക്യൂസേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ സഹിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഓൾറെഡി തളർന്നു നിൽക്കുന്ന ഒരാളെ കുത്തി നോവിച്ചു കഴിഞ്ഞാൽ അവർ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അത്രയും ദിവസം അവരുടെ ഉള്ളിൽ കിടന്നിരുന്ന വിഷമാണ് ആ അമ്മയും മക്കളും കൂടെ മുന്നോട്ട് വന്ന് പറയുന്നത്. നിസ്സഹായ അവസ്ഥ എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. അവരുടെ എക്കണോമി സോഴ്സ് ആയിട്ടുണ്ടായിരുന്ന കാശിന്റെ സോഴ്സ് ആയിരുന്ന അച്ഛനിപ്പോൾ ഇല്ല. അപ്പം ഇനി അവർക്ക് തന്നെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അമ്മയും മക്കളും പറയുന്നുണ്ട്, ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത്, കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ വരുമോ ഞങ്ങളെ സഹായിക്കാൻ? ഞങ്ങൾക്ക് കാശ് തന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വരുമോ എന്നവർ ചോദിക്കുന്നുണ്ട്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ കാര്യമുള്ളൊരു ചോദ്യമാണ്. അപ്പം എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടി പ്രൊമോഷണൽ വീഡിയോ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രശ്നം, അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ പ്രശ്നം കിടക്കുന്നത് അതാണ്. 40 ദിവസമെങ്കിലും നിങ്ങൾ ക്ഷമിക്കണ്ടേ? ഇപ്പൊ തന്നെ നിങ്ങൾ എന്തിനെ വീഡിയോ അപ്ലോഡ് ചെയ്തു? അപ്പൊ 40 ദിവസം കഴിഞ്ഞാൽ വിഷമം മാറുന്നാണോ അതിന്റെ അർത്ഥം? 40 ദിവസം വരെ നിങ്ങൾ വിഷമിച്ച് നടക്കണം, 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നാണോ പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ആ അമ്മ അതുപോലെ തന്നെ ആ മക്കള് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങളൊരു കാര്യം ചോദിച്ചു, അച്ഛൻ മരിച്ചില്ലേ, ഇവറ്റങ്ങള് വീഡിയോ ഇട്ടിരിക്കണു, ഇവറ്റങ്ങള് ഇന്നിട്ടത് ഒരു പ്രമോഷൻ വീഡിയോ ആണ്, അത് ഇത്രയും ദിവസം ഒരു ഹോൾഡ് ചെയ്ത് വെച്ചു. ഇനി ഞങ്ങൾ ക്യാമ്പയിൻ തന്നെ പോവും. അങ്ങനെ അത് പോയി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇനി ഒരാൾ ഈ പറയണ നിങ്ങൾ തരുമോ? ഇനി എന്റെ അടുത്ത് കാശ് എടുക്കാനുണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം നിങ്ങൾ ആലോചിക്കണം, ഒരുപാട് ചെലവുകൾ ഒരു വീട്ടിൽ വരും. ആര് ചെയ്യാനാ? 1 രൂപ ഒരാളും എടുത്തിട്ടില്ല, 1 രൂപ ഒരാളും ചെയ്തിട്ടില്ല. എന്റെ ഏട്ടൻ ഇവിടെ വന്ന് ഇന്നലെ വരെയും അവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് ഇത്. പറയുന്നവർക്ക് പറയാം, ആരെങ്കിലും പൈസ അയച്ചു തരുമോ? ചെലവ് നോക്കുവോ? പറ. ഇപ്പൊ ഏട്ടങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് ഒരു കർമ്മം ചെയ്യാൻ ഐവർമടത്തേക്ക് കൊണ്ടുപോണ്, അവിടെ കാശ് കൊടുക്കണ്ടേ? ദുഃഖാണ് വെച്ചിട്ട് അവരോട് പറഞ്ഞ അവര് വെറുതെ ചെയ്തു തരുമോ? എന്ത് വർത്താന മക്കളെ നിങ്ങളൊക്കെ പറയുന്നത്? പിന്നെ ഈ കുറെ പ്രൊമോഷൻസ് അപ്രൂവ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇത്രയും 16 days ആയി ഇപ്പോ ഇതായിട്ട്. അപ്പൊ അത്രയും ദിവസം നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്തു. അവരും ഇതേപോലെ ഒരു പ്രൊമോഷനും ബിസിനസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ പോലെയുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. അപ്പൊ അത് കാരണമാണ്. അപ്പൊ അന്ന് അത്രയും പ്രഷർ ഉണ്ടായിരുന്നു എനിക്കത് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പിന്നെ അത് ഇടാതിരിക്കായിരുന്നു. നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ച്, നിങ്ങളുടെ അച്ഛനല്ലേ, അങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ അച്ചപ്പ ഇല്ല, ഞങ്ങളെ നോക്കാൻ ആ അച്ചപ്പ ഇല്ല. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബാങ്കില് ജോലിയാണ്, വേറെ എവിടെയെങ്കിലും ജോലിയാണ്, എത്ര ദിവസം ലീവ് തരും? ഐ മീൻ ഒരു കമന്റ് എന്തായിരുന്നു, 40 ദിവസം 41 ദിവസം വരെയെങ്കിലും നിൽക്കൊന്ന് ഇതാക്കിക്കൂടെ. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ 41 ദിവസം നമ്മള് ജോലിക്ക് പോവാതിരിക്കത്തില്ല. ജോലിക്ക് പോവാതിരിക്കത്തില്ല. അപ്പൊ നമ്മളുടെ ഒരു സോഴ്സ്, നിങ്ങൾക്ക് തോന്നുമോ ഇതെന്താ ഒരു വീഡിയോ എടുക്കണം, പക്ഷെ നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം, നമ്മളുടെ ഒരു ജോലി പോലെയാണ് ഇത്. ഞാനായാലും വാവയിലും ഇപ്പൊ പഠിക്കുകയാണ്. ഇവരുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആ അമ്മ പൊട്ടിക്കരയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എന്റെ ചങ്ക് വേദനിക്കുന്നുണ്ടെന്ന്. ഒരു ഭർത്താവ് മരിച്ചത്, ആ മരിച്ച വേദനയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര വേദനയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ആളുകൾ അവർക്കെതിരെ കല്ലെറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ വന്നിട്ട് വളരെ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ ആ 2 മക്കളെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ തന്നെ അധ്വാനിക്കണം. അവർ പറയുന്നുണ്ട് ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് വണ്ടിയുടെ ലോൺ ഉണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ട്. 2 കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ്. മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ട്, വീട്ടിലെ ചെലവുണ്ട്. ഇതൊക്കെ ആര് വഹിക്കും? ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ കുറച്ച് ദിവസം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ കൂടെ സഹതപിച്ചേക്കാം. പക്ഷെ അതിനുശേഷം ആര് ചെയ്യും? പല ആളുകളും ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. അത് കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ചില ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അവസ്ഥ കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വരികയും അതിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ട് മാത്രം കുടുംബം കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റേത് ജോലിയെയും പോലെ യൂട്യൂബിൽ വരുന്ന വ്ളോഗേഴ്സിന്റെയും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തെ കൂടെ എന്നാണ് മനുഷ്യന്മാരെ കാണാൻ വേണ്ടി പഠിക്കുക. ഇതും ഒരു ജോലിയാണ്. വിചാരിക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു ജോലിയല്ല. ചുമ്മാ കുറെ ലിപ്സ്റ്റിക് തേച്ച് മുന്നോട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഷോൾ ഇടാതെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന ഒരു സ്ഥലമല്ല യൂട്യൂബ്. വളരെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് ട്രെൻഡ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇടപെടേണ്ടുന്ന ഒരു സ്പേസാണ് യൂട്യൂബ്. അവിടെ ഇങ്ങനത്തെ
വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ വന്ന് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവരെ ഉള്ളു പൊട്ടി ചങ്ക് തകർന്നിട്ടാണ് അത് ചെയ്യുന്നത്. അതിനിടയിൽ ആളുകൾ കല്ലെറിയാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥ. ആളുകൾ പരിഹസിക്കാതിരിക്കുക. നിങ്ങൾക്ക് സപ്പോർട്ട് ആവാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ ഇരിക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും കാണിക്കണം. മനുഷ്യന്മാരെല്ലാവരും നമ്മളെ വിചാരിക്കുന്ന അവസ്ഥയിലല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അവരുടെ വീഡിയോസിന്റെ താഴെ, ഈ വീഡിയോക്ക് താഴെ വരുന്ന ഒരു കമന്റ് ഞാൻ വായിച്ചായിരുന്നു. അതിലവർ പറയുന്നുണ്ട്, ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട് നിങ്ങളെ ജീവിതത്തെ. കാരണം വളരെ സന്തോഷമായിട്ട് നിങ്ങൾ മുന്നിൽ വന്ന് വീഡിയോസ് ചെയ്ത സമയത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് നിങ്ങളെ പോലെ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഇത്രയധികം വേദനകളും വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടാണോ നിങ്ങൾ മുന്നിൽ വന്ന് ഈ ക്യാമറയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരുന്നത് എന്നവർ ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവാണ്. കാരണം ഓരോ മനുഷ്യനും മുന്നിൽ വന്ന് കാണിക്കുന്നതായിരിക്കണം എന്നില്ല അവരുടെ ശരിക്കുള്ള ജീവിതം. ചില ആളുകൾ മുന്നിൽ വന്ന് ചിരിക്കും, പക്ഷെ അതായിക്കോളണം എന്നില്ല അവരുടെ ശരിക്കുള്ള ജീവിതം. പറഞ്ഞുകൊണ്ട് മാത്രം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ചിലപ്പോൾ അതൊരു നിമിഷത്തെ സന്തോഷം നമ്മൾക്ക് നൽകുമെങ്കിൽ കൂടെ ഒരുപാട് സമയത്തെ വേദന നമ്മൾക്ക് അവർക്ക് നൽകുക മാത്രമാണ് അതുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവുക എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീണ്ടും കാണാം. ചെറുതൻ ബൈ.